മീശ പിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇയാളെ പോലൊരു നല്ല ചെറുപ്പക്കാരൻ കഞ്ചിക്കോട് വേറെ കാണില്ലെന്ന സംഘകുറം എന്നൊക്കെ പറഞ്ഞാലേ അത് കുറഞ്ഞു പോകുമോ എന്ന് സംശയം. വളർന്നു വരുന്ന തലമുറ ഇയാളെ കണ്ട് വളർന്നാൽ ജീവിതം തന്നെ കോഞ്ഞാട്ടിയായി പോകും. ഇത് ഷാഹിൻ, കഞ്ചിക്കോട് സ്വദേശി. ആളുകളെ കെട്ടിയിട്ട് തല്ലുക എന്നത് ക്രൂര വിനോദമാക്കിയ സൈക്കോ 17ാം വയസ്സിൽ കൊലപാതക കേസിൽ പ്രതിയായി. തുടക്കം 25ലധികം കേസുകൾ കേരളത്തിൽ മാത്രം. ഇപ്പോൾ ഇയാളെയും കൂടെയുള്ള മധു എന്ന രാധാകൃഷ്ണനെയും വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇയാൾക്കൊപ്പം മുമ്പ് കോയമ്പത്തൂർ കവർച്ചാ കേസിലെ പ്രതിയായ അടൂർ സ്വദേശിയെയും സുഹൃത്തിനെയും വിളിച്ചു വരുത്തി ജാമ്യമെടുത്ത് നൽകിയതിനു ശേഷം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് തല്ലി 76,500 രൂപയും ഡയമണ്ട് മോതിരവും കവർന്ന കേസിലെ പ്രതികൾ. ഡയമണ്ട് മോതിരം ഊരിയത് ഷാഹിന്റെ ഭാര്യയാണ്. അതിന് ആദ്യം തന്നെ പോയിരുന്നു ജയിലിലേക്ക്. സംഭവത്തിന് ശേഷം നായകനും കൂട്ടരും ഒളിവിലായിരുന്നു. പാലക്കാട് നഗരത്തിൽ ഒളിച്ചു താമസിക്കുന്നിടയിൽ പോലീസ് പിടികൂടുകയായിരുന്നു. അടൂർ സ്വദേശിയെ കെട്ടിയിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ അയാളുടെ ഫോണിൽ തന്നെ ഭാര്യയെ വാട്സപ്പ് കോൾ ചെയ്ത് കാണിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് ഇയാളുടെ ക്രൂരമായ വിനോദം. പിന്നെ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നാഗമാണിക്യം മുതൽ സ്വർണ്ണ ബിസ്ക്കറ്റ് വരെ. ഇയാളുടെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ, തട്ടിപ്പിന് ഇരയാകുന്നവരെല്ലാം വളഞ്ഞ വഴിയിൽ പണം സമ്പാദിക്കാൻ നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പലരും പോലീസിൽ പരാതിപ്പെടില്ല. അങ്ങനെ പരാതി നൽകിയിരുന്നെങ്കിൽ സെഞ്ചുറി അടിച്ചേനെ. കഞ്ചിക്കോടും പാലക്കാടുമായി നിരവധി ചെറുപ്പക്കാരെയാണ് ഇയാൾ കൂടെ കൂട്ടിയിരിക്കുന്നത്. പലർക്കും നൽകുന്നത് മോഹന വാഗ്ദാനങ്ങൾ മാത്രം. ദോഷം പറയരുത്, കേസ് വരുമ്പോൾ പ്രതികളാക്കും. ഷാഹിൻ രക്ഷപ്പെടും. പക്ഷെ ഇത്തവണ പണിപ്പാളി. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്.